ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മാന്യ സഖാവേ, ഈ സമ്മേളനത്തിൽ കാര്യകാരണ സഹിതം വർത്തമാന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്ത എൻ്റെ മാന്യ സഹപ്രവർത്തകനും CPIM-ൻ്റെ നേതാവുമായ സഖാവ് പ്രദീപ് കുമാർ, ഈ സമ്മേളനത്തിൻ്റെ സംഘാടകന്മാരിൽ പ്രമുഖനായ മുൻ MLA-യും കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖനുമായ സഖാവ് VKC മുഹമ്മദ് കോയ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന CPIM-ൻ്റെ നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളുടെ രാജ്യവും സംസ്ഥാനവും സങ്കീർണവും കലുഷിതവുമായ ഒരുപാട് രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നത്തെക്കാളും അധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാന്നിധ്യവും ഇടതുപക്ഷ മനസ്സുള്ള മനുഷ്യരുടെ സാമീപ്യവും കാലവും സമൂഹവും ആഗ്രഹിക്കുന്ന ഒരു ചരിത്രസന്ധിയിലൂടെയാണ് നാം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെങ്ങും സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റങ്ങളും മുതലാളിത്തത്തിൻ്റെ അതിഭീകരമായ സാമ്പത്തിക ചൂഷണങ്ങളും ഇവയൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനുഷ്യക്കുരുതികളും ശക്തിപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 1990-കളിൽ ലോക കമ്മ്യൂണിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകിയിരുന്ന സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനങ്ങൾ അപ്രത്യക്ഷമായി. അന്തർദേശീയ രംഗത്ത് കമ്മ്യൂണിസം പരാജയപ്പെട്ടുവെന്നും ഇടതുപക്ഷ ചേരി നാമാവിശേഷമായെന്നും പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനെ പല രൂപത്തിലും ഭാവത്തിലുമാണ് പലരും വിലയിരുത്തിയത്. ഇനി വരാൻ പോകുന്നത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കാലമായിരിക്കും. ലോകത്ത് യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും മേഘപടലങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ വഹിച്ച പങ്ക് അവർ എടുത്തുകാട്ടി. അതിനൊക്കെ ഹേതുവായിട്ടുള്ള ആ വിഭാഗത്തിൻ്റെ തിരോധാനം ലോകത്തെ സമാധാനത്തിൻ്റെ ഒരു പുലർച്ചക്ക് നാന്ദിയാകും എന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നതും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നതും. പക്ഷേ സംഭവിച്ചത് എന്താണ്? ലോകം അന്നുവരെ കാണാത്ത ക്രൂരതകൾക്കും മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കും നഗ്നമായ കയ്യേറ്റങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കും ലോകവും സമൂഹവും സാക്ഷിയാവുകയാണ് ഉണ്ടായത്.
90-കൾക്ക് ശേഷം ലോകത്ത് ഭീകരവാദവും തീവ്രവാദവും ശക്തിപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ചേരി ദുർബലമായതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരോടുള്ള എളിയ ഉത്തരമാണ് 90-കൾ വരെ ലോകത്തിന് പരിചിതമല്ലാതിരുന്ന ഭീകരവാദവും തീവ്രവാദവും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ദുർബലമാകലിന് ശേഷം ലോകത്തുണ്ടായി. ലോക വ്യാപാര കേന്ദ്രം ആക്രമിക്കപ്പെട്ടു. അതിന്റെ ഉത്തരവാദി ഇന്ന ആളുകളാണ് എന്ന് അമേരിക്ക വിധി പറഞ്ഞു. അവർക്ക് സംരക്ഷണം നൽകുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യമാണ് എന്നവർ പ്രചരിപ്പിച്ചു. ഇറാഖിൽ സദാം ഹുസൈൻ ലോകത്ത് മുഴുവൻ സംഹരിക്കുവാൻ ആവശ്യമായിട്ടുള്ള രാസായുധങ്ങൾ കൂട്ടിവച്ചിരിക്കുന്നു എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ആ നാട്ടിലേക്ക് അമേരിക്ക അവരുടെ സൈന്യത്തെ പറഞ്ഞയച്ചതും ആ നാടിനെ ഇല്ലാതാക്കിയതും സദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിന്റെ പ്രസിഡന്റിനെ ലോകം കാണെ തൂക്കി കൊലപ്പെടുത്തിയതും പിന്നീട് എണ്ണസമ്പന്ന മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവൻ അമേരിക്ക അവരുടെ സൈനിക സാന്നിധ്യം ഉറപ്പിച്ചു. ഇന്ന് ഏതാണ്ട് എല്ലാ എണ്ണ സമൃദ്ധ മുസ്ലിം രാജ്യങ്ങളിലും അമേരിക്കയുടെ പട്ടാള ക്യാമ്പുകളുണ്ട്. അവരുടെ പട്ടാളക്കാർ വിന്യസിക്കപ്പെടുന്ന സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നുണ്ട്. അന്തർദേശീയ രംഗത്ത് ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ശക്തിക്ഷയം ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ചത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ, രാഷ്ട്രങ്ങൾ എന്നുള്ള നിലയിൽ ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം രാജ്യങ്ങളെയുമാണ്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇങ്ങനെ കടന്നാക്രമണം നടത്തുമായിരുന്നോ? ഒരു പെരുന്നാൾ ദിവസം ഇറാഖിന്റെ പ്രസിഡന്റ് സദാം ഹുസൈനെ ലോകം കാണെ അമേരിക്കക്ക് തൂക്കിക്കൊല്ലാൻ ധൈര്യം വരുമായിരുന്നോ? എണ്ണ സമ്പന്ന മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവൻ അമേരിക്കക്ക് സൈനിക താവളങ്ങൾ ഉണ്ടാക്കാനും അവരുടെ പട്ടാളക്കാരെ വിന്യസിക്കാനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനങ്ങളും ലോകത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ശക്തിയും നിലനിന്നിരുന്നു എങ്കിൽ സാധ്യമാകുമായിരുന്നോ? ലോകത്തെ കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കി, അവരുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു. അതുകൊണ്ട് അമേരിക്ക വെറുതെ ഇരുന്നില്ല. അവർ പുതിയ ശത്രുവിനെ പ്രഖ്യാപിച്ചു. മുസ്ലിങ്ങളാണ് തങ്ങളുടെ ശത്രുക്കൾ എന്ന് അവർ അസന്നിഗ്ധമായി പറഞ്ഞു. ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പുതിയ അധ്യായം ലോകത്ത് ആരംഭിക്കുന്ന കാഴ്ചക്ക് നാം സാക്ഷിയായി. എവിടെയായിരുന്നു ഈ മുസ്ലിം ഭീകരവാദികളും തീവ്രവാദികളും 1990-കൾ വരെ? സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്നത് വരെ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനങ്ങൾ തിരോഭവിക്കുന്നത് വരെ ഏത് മാളത്തിലായിരുന്നു ഈ ഭീകരവാദികളും തീവ്രവാദികളും ഒളിച്ചിരുന്നത്? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇല്ലാതായതോടെ സ്വാഭാവികമായും വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വന്നു. ഏറ്റവും കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതും ആയുധങ്ങൾ നിർമ്മിക്കുന്നതും അമേരിക്കൻ കമ്പനികളാണ്. അവർ അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുമെന്ന് വന്നപ്പോ ലോകത്തിന്റെ ഓരോ ദിക്കിലും രാജ്യത്തും ആഭ്യന്തര കലാപത്തിന്റെയും സംഘർഷത്തിന്റെയും പുതിയ ഒരു ചരിത്രം കുറിക്കുവാനാണ് അമേരിക്ക തയ്യാറെടുത്തതും അതിനുള്ള നീക്കങ്ങൾ നടത്തിയതും. ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റുകാരെ, സോഷ്യലിസ്റ്റുകളെ ഒറ്റപ്പെടുത്തുവാനുള്ള സംഘടിതമായ നീക്കങ്ങൾ
ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയ മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്ക് കടന്നു വരാൻ മധ്യപൗരസ്ത്യ രാജ്യങ്ങളിൽ പട്ടാള ക്യാമ്പുകൾ സ്ഥാപിച്ചതുപോലെ, പട്ടാളത്തെ വിന്യസിച്ചതുപോലെ ഇന്ത്യയിലും പട്ടാള ക്യാമ്പുകൾ സ്ഥാപിക്കുവാനും അവരുടെ പട്ടാളത്തെ വിന്യസിക്കുവാനും സാമ്രാജ്യത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിലങ്ങുതടി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു. ലോകാടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കിയതുപോലെ ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷ ചേരിയെയും ദുർബലമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ ഇൻഡോ അമേരിക്കൻ ആണവ കരാറിനെ എതിർത്ത ഇടതുപക്ഷ പാർട്ടികളുടെ ധീരമായ നിലപാടിന് ശേഷം വളരെ ആസൂത്രിതമായി നമ്മളുടെ രാജ്യത്ത് ഒരുക്കപ്പെടുകയുണ്ടായി. ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് നമുക്കറിയാം. BJPക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ ഒരുങ്ങിക്കൂടുന്നു എന്ന സ്ഥിതി വന്നപ്പോ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം കോൺഗ്രസിനെ സഹായിക്കുന്നതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിലക്കിയില്ല. 60ഓളം വരുന്ന ഇടതുപക്ഷ MP-മാർ നിരുപാധികം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ആ സർക്കാരിൽ തങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്താനാവില്ല എന്ന് ഇന്ത്യയിലെ മുതലാളിമാരും ധനാഢ്യന്മാരും മൾട്ടിനാഷണൽ കമ്പനികളും സാമ്രാജ്യത്വ ശക്തികളും മനസ്സിലാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം കമ്പനികൾക്ക് നൽകുവാനുള്ള നിർദ്ദേശം ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് വന്നതായിരുന്നു. അന്നതിന് ഇടതു പാർട്ടികൾ നഖശിഖാന്തം എതിർത്തു. ഇന്ന് രണ്ടാം UPA ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹപരമായിട്ടുള്ള പല നടപടികളും ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കുവാൻ ശ്രമങ്ങൾ ഉണ്ടായി. അതിനെയൊക്കെ പ്രതിരോധത്തിന്റെ കവചം ചെറുത്ത് തോൽപ്പിച്ചത് ഇടതു പാർട്ടികളായിരുന്നു. ഒരേ ഒരു അംഗം മാത്രമുള്ള കക്ഷികൾ വരെ ഒന്നാം UPA സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ മന്ത്രിപദം സൗജന്യമായി പറ്റി. എന്നാൽ ഇടതു പാർട്ടികൾ തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ആന്റണി അടക്കമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞത് നിങ്ങൾ ഒന്നാം UPA സർക്കാരിൽ ചേരണം എന്നതായിരുന്നു. അവർ കരുതിയത് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത ഒരു മന്ത്രിസഭയെയും കോൺഗ്രസ് അധികകാലം വാഴിച്ചിട്ടില്ല. അതിന് സമാനമായ രാഷ്ട്രീയ നിലപാടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാം UPA സർക്കാരിനോടും സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. 4.5 വർഷക്കാലം ഇടതു പാർട്ടികൾ ഒരു കാലിച്ചായ പോലും സൗജന്യം പറ്റാതെ ഒന്നാം UPA ഗവൺമെന്റിനെ ജനപക്ഷത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോയി. 4.5 വർഷം പിന്നിട്ടപ്പോഴേക്കാണ് ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ കേവലം 6 മാസം പോലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇൻഡോ അമേരിക്കൻ ആണവ കരാറിൽ ഒന്നാം UPA ഗവൺമെന്റ് ഒപ്പുവെക്കുന്നത്. ഇടതു പാർട്ടികളോട് കൂടിയാലോചിക്കുക എന്ന സാമാന്യ മര്യാദ പോലും ലംഘിക്കപ്പെട്ടു. കണക്കുകൂട്ടിയായിരുന്നു എല്ലാം കോൺഗ്രസ് ചെയ്തത്. അവർക്കറിയാമായിരുന്നു ഇതിൽ അരിശം പ്രകടിപ്പിച്ചുകൊണ്ട് ഇടതു പാർട്ടികൾ പിന്തുണ പിൻവലിക്കും എന്ന്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ നേരിടുവാനുള്ള എല്ലാ രാഷ്ട്രീയ കരുനീക്കങ്ങളും കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞിരുന്നു. ഒന്നാം UPA ഗവൺമെന്റിന്റെ തകർച്ച സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിടത്ത് ധനാഢ്യന്മാരും സമ്പന്ന ശക്തികളും ഇടപെട്ടുകൊണ്ട് ആ ഗവൺമെന്റിനെ കാലുമാറ്റി ആളുകളെ കൊണ്ടുവന്ന് തിഹാർ ജയിലിൽ നിന്ന് പോലും MP-മാരെ പാർലമെന്റിൽ ഹാജരാക്കി അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ചു. അന്ന് തുടങ്ങിയതാണ് ഇടതു പാർട്ടികളോട് വലതുപക്ഷ പാർട്ടികൾക്കും ഈ നാട്ടിലെ കുത്തക വാർത്താ മാധ്യമങ്ങൾക്കുമുള്ള കുടിപ്പകയും വിദ്വേഷവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ
ഇൻഡോ അമേരിക്കൻ ആണവ കരാറിനെതിരായി രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിനോട് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഒന്നാം UPA ഗവൺമെന്റിന്റെ അവസാനത്തെ 6 മാസക്കാലത്തെ ഗവൺമെന്റ് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ഒരു ഭരണത്തിനെതിരായി ഉണ്ടാകുമ്പോൾ അതിനെതിരായി ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി മറ്റൊരു രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്താറാണ് പതിവ്. ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ഇന്ത്യയിലെ വലിയ വലിയ പത്രങ്ങളിൽ, ഇന്ത്യയിലെ ചാനലുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇൻഡോ അമേരിക്കൻ ആണവ കരാറിനെ എതിർത്തുകൊണ്ട് പറഞ്ഞ വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വലിയ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. നേതാക്കന്മാരുടെ പ്രസംഗങ്ങളായിരുന്നില്ല, എഴുതി തയ്യാറാക്കിയ വാചകങ്ങൾ ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും പരസ്യങ്ങളായി പുറത്തു വന്നു. കോടിക്കണക്കിന് രൂപയാണ് അതിലൂടെ ഇന്ത്യയിലെ പത്രമാധ്യമ ലോകം അടിച്ചെടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായി നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഓശാരമായിരുന്നു അത്, ആദ്യത്തെ പ്രതിഫലമായിരുന്നു അത്. അവരും ചിന്തിച്ചു, എന്തിന് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു? അവരുടെ കൂടെ നിന്നാൽ ഞങ്ങളുടെ പത്രത്തിന് ആര് പരസ്യം തരും? ഇടതുപക്ഷത്തിന്റെ വാദഗതികളെ ഗണ്ണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും മൾട്ടിനാഷണൽ കമ്പനികളും തങ്ങളെ സഹായിക്കാൻ കൈകൾ നീട്ടി കാത്തിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ തങ്ങളുടെ പത്രസ്ഥാപനങ്ങളുടെ വളർച്ചയല്ലേ തങ്ങൾ പിന്തുണക്കേണ്ടത്? ആ നയത്തിന്റെയും സമീപനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇടതു പാർട്ടികൾക്കെതിരായ ശക്തമായ നിലപാട് മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്? ആർക്ക് സീറ്റ് കിട്ടിയാലും, ആര് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നാലും ഇടതു പാർട്ടികൾ അവരുടെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലെ പാർലമെന്റിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ അംഗബലമേ ഉണ്ടാകാൻ പാടൂ. ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ പച്ചക്ക് ചുട്ടുകൊന്ന ഗുജറാത്തിലെ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും തോൽപ്പിക്കണമെന്നായിരുന്നില്ല ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും വലതുപക്ഷ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്ത് വില കൊടുത്തും കമ്മ്യൂണിസ്റ്റുകളെ തോൽപ്പിക്കണം, അവർക്ക് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ അംഗബലമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത്രമാത്രം എല്ലാവരാലും എതിർക്കപ്പെടാൻ, തിരസ്കരിക്കപ്പെടാൻ, തമസ്കരിക്കപ്പെടാൻ എന്ത് മഹാപരാധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതു സംഘടനകൾ ഈ രാജ്യത്തോട് ചെയ്തത്? കേരളത്തെ കേരളമാക്കി എന്നുള്ളതാണോ അവർ ചെയ്ത മഹാപരാധം? സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച് ആക്ഷേപിച്ച നാടാണ് കേരളം. ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയിരുന്ന ഒരു ഇന്നലെ ഈ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പട്ടിയുടെ വില പോലും മനുഷ്യന്റെ ജീവന് കൽപ്പിക്കപ്പെടാത്ത ഒരു കാലം. മുറ്റത്തൊരു കുഴി കുഴിച്ച് ആ കുഴിയിൽ ഒരു ഇല വെച്ച് അതിൽ ഭക്ഷണം വിളമ്പി മണ്ണും കല്ലും ഭക്ഷണത്തിന്റെ കൂടെ ഈ നാട്ടിലെ അധികൃതരും ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും കഴിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലം. മേലാളന്മാരെ കാണുമ്പോ, ധനാഢ്യന്മാരെയും സമ്പന്നന്മാരെയും കാണുമ്പോ അവരുടെ തിരുവാക്ക് എതിർവായില്ല എന്ന മട്ടിൽ പഞ്ചപുച്ഛമടക്കി അവർ നിന്നിരുന്ന കാലം. ആ കാലത്ത് നിന്ന് തിരിച്ചറിയാനാകാത്ത വിധം മാറിക്കഴിഞ്ഞ കേരളത്തിലേക്ക് ഈ സംസ്ഥാനത്തെ വഴി നടത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. തങ്ങൾ കൂര വെച്ച് താമസിച്ചിരുന്ന ഒരു തുണ്ട് ഭൂമിയിൽ നിന്ന് അവർ ആട്ടിയിറക്കപ്പെട്ടപ്പോ ആട്ടിയിറക്കാൻ വേണ്ടി വന്ന ഭൂജന്മിമാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പാടില്ല എന്ന് ഉച്ചയിസ്തരം ഉദ്ഘോഷിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു. ചെങ്കൊടിയും സോഷ്യലിസ്റ്റുകളും ഇല്ലായിരുന്നു എങ്കിൽ അവർ ഉത്തരേന്ത്യയിലെ, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവരും സാധാരണക്കാരും എങ്ങനെ കശക്കിയേറിയപ്പെട്ടോ അങ്ങനെ കശക്കിയേറിയപ്പെടുമായിരുന്നു. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന്
ഈ നാട്ടിലെ അധസ്ഥിതർക്ക്, പിന്നോക്കക്കാർക്ക് പറയാനുള്ള ചെങ്കൂറ്റവും നെഞ്ഞൂക്കും പ്രദാനം ചെയ്തു എന്നുള്ളതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായി മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ സ്വീകരിച്ച അവരുടെ ശത്രുതാപരമായ നിലപാടിന്റെ ആധാരവും അടിസ്ഥാനവും? എന്ത് തെറ്റാണ് ഇടതുപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്? അബ്ദുൽ നാസർ മദനിയുമായി വേദി പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ ഇവിടെ കോലാഹലങ്ങൾ മുഴുവൻ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സൂഫിയ മദനിയുടെ കേസും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു KSRTC ബസ് കത്തുന്ന കാഴ്ചയുമായിരുന്നില്ലേ ആ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ടിവികളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്? തടിയമ്പിട നസീർ സൂഫിയ മദനിയുമായി ബന്ധപ്പെട്ട ടെലിഫോണിന്റെ നമ്പറുകളായിരുന്നില്ലേ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടു. എന്തേ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം അവിടെ വെച്ച് അവസാനിപ്പിച്ചു? ആ കേസ് എന്തായി? ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ നാട്ടിലെ പത്രങ്ങളും ചാനലുകളും നാട്ടത്തിൽ ആദ്യമായി 540 അംഗ പാർലമെന്റ് അംഗങ്ങളിൽ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഭൂരിപക്ഷമായി കോൺഗ്രസിലും BJPയിലും മറ്റു വലതുപക്ഷ പാർട്ടികളിലുമുള്ള ധനാഢ്യന്മാർ, കോടീശ്വരന്മാർ, അവർക്ക് ഭൂരിപക്ഷം കൈവന്നു. പാവപ്പെട്ടവന്റെ അവകാശങ്ങളും അവന്റെ ജീവൽഗന്ധിയായിട്ടുള്ള വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടാത്ത സ്ഥിതി ഉണ്ടായി. സബ്സിഡികൾ എടുത്തു കളയണം, സൗജന്യങ്ങൾ ഉപേക്ഷിക്കണം, പാവപ്പെട്ടവന് കൈത്താങ്ങ് നൽകാനല്ല സർക്കാർ, ധനാഢ്യന്മാരെയും സമ്പന്നന്മാരെയും സഹായിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം. ആ രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? എതിർക്കാൻ ഇടത് പാർട്ടികൾ ആർജവവും ശക്തിയുമുള്ള ഒരു നിര പാർലമെന്റിലും രാജ്യസഭയിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. രാജ്യസഭയിൽ ഇടത് പാർട്ടികൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ രണ്ടാം UPA ഗവൺമെന്റിന്റെ പല തെറ്റായിട്ടുള്ള നീക്കങ്ങളും സമീപനങ്ങളും അവിടെ പരാജയപ്പെടുത്തപ്പെടുന്നു. പാർലമെന്റിൽ അതുണ്ടാകാതെ പോയത് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായി വലതുപക്ഷ പാർട്ടികളും വാർത്താ മാധ്യമങ്ങളും ഒരുമിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഇടത് പാർട്ടികളെ തോൽപ്പിക്കുവാൻ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രവും പ്രയോഗിച്ചു. പക്ഷെ 68 സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി കേരളത്തിൽ. അതിനുശേഷം ഇടത് പാർട്ടികളെ ഇല്ലാതാക്കുവാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ ആസൂത്രിതമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നെയ്യാറ്റിൻകരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കപ്പെട്ട നാടകവുമായിരുന്നു അത്. അന്വേഷണങ്ങൾ എന്നെങ്കിലും പുറത്തു വരും, സത്യവും നീതിയും എന്നെങ്കിലും പുലരും. മറച്ചുവെക്കപ്പെട്ട അർദ്ധസത്യങ്ങളും അസത്യങ്ങളും കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. ഒരു സംശയവും ആർക്കും വേണ്ട. കേരളത്തിൽ ഏറ്റവും അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ എന്തൊക്കെ പ്രചരണങ്ങളാണ് നടന്നത്? CPIM ആണ് വധിച്ചത്. അതിന്റെ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം. ചില ആളുകളെ അറസ്റ്റ് ചെയ്തു. അതിന്റെയൊക്കെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു. ചില ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടതെങ്കിൽ പോലീസിന് അറിയില്ലേ? റഊഫിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരായി എത്ര കേസ് ഫയൽ ചെയ്തു കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ പോലീസ്? അതും മൊഴിയല്ലേ? റഊഫ് പറയുന്നത് അസത്യവും ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലുകൾ പറയുന്നത് സത്യവുമാകുന്നത് എങ്ങനെയാണ്? റഊഫിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ പറ്റാത്തതും